കർണാടക വനം വകുപ്പ് തുറന്നുവിട്ട കാട്ടാനയാണ് മാനന്തവാടിയിൽ ദുരിതം വിതച്ചത്. അജീഷ് എന്ന ആളെയാണ് ആന പിന്തുടർന്ന് ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അജീഷിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് വലിയ ജനകീയ രോഷത്തിനാണ് അത് വഴിവെച്ചത്. OR കേളു MLA വാഹനം തടഞ്ഞ് നാട്ടുകാർ പ്രതിഷേധിച്ചു. SP-ക്കെതിരെയും ഗോബാക്ക് വിളികൾ ഉയർന്നു. SP നടന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയാൽ മതി എന്ന രൂപത്തിലേക്ക് ആ പ്രതിഷേധം വളരുകയും ചെയ്തു. വിശദാംശങ്ങളുമായി സുർജിത് അയ്യപ്പത്തും കിഷോർ തോമസും തുടരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. കിഷോർ, പ്രതിഷേധം ഇപ്പോൾ ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു? ാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാനന്തവാടി ടൗണിലെ എല്ലാ മുക്കും മൂലയും അടച്ചുകൊണ്ടാണ് ഗതാഗതം തടസ്സപ്പെടുത്തി. അത് MLA ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ അവർക്കൊന്നും യാത്ര ചെയ്യാൻ സൗകര്യം ഒരുക്കാതെ തന്നെ വലിയ ശക്തമായ പ്രതിഷേധമാണ് ഒരുക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മരിച്ച അജീഷ് എന്ന വ്യക്തിയുടെ ബോഡി കൊണ്ടുവരികയും അത് മാനന്തവാടി വെച്ച് പ്രതിഷേധം തുടരുകയും ചെയ്യുന്നു. ജനരോഷം മൃതദേഹവുമായി ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധം, അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അജീഷിനെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വലിയ പ്രതിഷേധമാണ് പിന്നീട് ഉണ്ടായത്. ദൃശ്യങ്ങളിലേക്ക്. ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അജീഷിന്റെ മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. ശരി, കിഷോർ തോമസ് തുടരുന്നുണ്ട്. കിഷോർ, പറഞ്ഞോളൂ. ഈ മൃതദേഹം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിഷേധം അത്ര ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. കാരണം മൃതദേഹം കൊണ്ടുവന്നുള്ളൊരു പ്രതിഷേധം എന്ന് പറയുമ്പോൾ ജനങ്ങൾ എത്രത്തോളം ഹൃദയത്തിലെടുത്ത് എത്രത്തോളം പ്രതിഷേധാത്മകമായി തന്നെയാണ് കാണുന്നതെന്നുള്ളത് വ്യക്തമാണ്. ഒരു തരത്തിലും നേരത്തെ സൂചിപ്പിച്ച പോലെ SP അടക്കമുള്ളവർ ആളുകൾ വരുമ്പോൾ നിങ്ങൾ നടന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ മതി എന്ന് വരെ പറയുന്ന രീതിയിൽ വാഹനങ്ങൾ പൂർണ്ണമായും തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം തന്നെയാണ്. കടകൾ അടച്ചിട്ടുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ്. ഈ പ്രതിഷേധങ്ങൾ മാനന്തവാടിയിൽ മാത്രമല്ല മറ്റിടങ്ങളിലും ഇപ്പോൾ നമ്മളുള്ള ഈ അപകടം നടന്ന ഈ ഒരു കാട്ടാനയുടെ ആക്രമണം നടന്ന വീടിന്റെ പരിസരങ്ങളിലും കുറച്ചു നേരങ്ങൾക്ക് മുമ്പ് പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഇതിലേക്ക് പോയ അനോട്ട്മെന്റ് വാഹനത്തെ പോലും തടഞ്ഞു നിർത്തി ആളുകൾ പ്രതിഷേധിക്കുകയും ആളുകൾ പരാതി പറയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ മാനന്തവാടിയും വയനാട് ജില്ലയിലെ ഏറ്റവും വേദനയിലാഴ്ച ഈ സംഭവത്തിൽ ശരി, കിഷോർ തുടരുക. സുർജിത്ത് അയ്യപ്പത്തിലേക്ക് കൂടെ പോകുന്നു. സുർജിത്ത്, ഈ വനം മന്ത്രി പറയുന്നത് മയക്കുവെടി വെക്കുക എന്നത് അവസാനത്തെ ആലോചനയായിരിക്കും, കാട്ടിലേക്ക് തുരത്തുക എന്ന ആലോചനയാണ് ഇപ്പോഴുള്ളത് എന്നൊക്കെയാണ് പറയുന്നത്. ഗുരുതരമായൊരു സാഹചര്യം, ജനങ്ങൾ മുഴുവൻ അവിടെ തെരുവിലിറങ്ങിയ അവസ്ഥ, MLA-ക്കെതിരെ പ്രതിഷേധം, SP-ക്കെതിരെ പ്രതിഷേധം. എന്നിട്ടും എന്താണ് തുടർ നടപടികൾ എന്ന കാര്യത്തിൽ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ വനം മന്ത്രി? വേണു, നിലവിലെ ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഈ മൃതദേഹവുമായുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാൻ അനുവദിക്കാത്ത വിധത്തിലുള്ള പ്രതിഷേധം, ആ പ്രതിഷേധമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് മാനന്തവാടി ഗാന്ധി പാർക്കിനടുത്ത് ആളുകൾ കേന്ദ്രീകരിച്ചു നിൽക്കുന്നു. അവിടെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിന്റെ മാർഗത്തിലേക്ക് ആളുകൾ എത്തിയിരിക്കുന്നത്. മൃതദേഹവും വഹിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മാനന്തവാടിയിലേക്കുള്ള നഗര ഹൃദയത്തിലേക്കുള്ള എല്ലാ റോഡുകളും ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ എത്തുന്നത്. വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായ ആളുകൾ മാനന്തവാടിയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. മാത്രമല്ല മാനന്തവാടി നഗരത്തിൽ ഗാന്ധി പാർക്കിന്റെ തൊട്ട് മുന്നിലായാണ് ഇപ്പോൾ അജീഷിന്റെ മൃതദേഹം വെച്ചുകൊണ്ടുള്ള പ്രതിഷേധവുമായി ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തൊക്കെയായാലും ഇതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ വീഴ്ച ചൂണ്ടിക്കാട്ടുന്നുണ്ട്. CCF 3 തവണ കർണാടക വനംവകുപ്പിന് കത്ത് അയച്ചു എന്ന് പറയുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതൊരു നയപരമായ ഇടപെടൽ സർക്കാർ തലത്തിൽ നിന്ന് വേണ്ടതായിരുന്നില്ലേ, വനം മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തിൽ ഇടപെടേണ്ടതായിരുന്നില്ലേ എന്നുൾപ്പെടെ തണ്ണീർക്കൊമ്പന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും അത്തരത്തിലുള്ള കാര്യം നടപ്പാക്കേണ്ടതായിരുന്നില്ലേ എന്നുള്ള ചോദ്യമെല്ലാം തന്നെ ഉയരുന്നുണ്ട്. ഒരു ജീവൻ കൂടി ഈ ആനയുടെ ആക്രമണത്തിൽ നഷ്ടപ്പെടുന്ന സ്ഥിതി. തിരുനെല്ലിയിൽ മാത്രം ഇതുവരെ കൊല്ലപ്പെട്ടത് 88 മനുഷ്യരാണ്. മാത്രമല്ല മൊത്തം വയനാട്ടിൽ പരിശോധിക്കുമ്പോൾ 160ഓളം പേർ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള കണക്കുകൾ കൂടി വ്യക്തമാകുന്നുണ്ട്. എന്തായാലും ഈ നിലയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധത്തിന്റെ വഴിയിലേക്ക് കടക്കുന്ന ആളുകൾ ഇങ്ങനെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ മൃതദേഹവും ഏന്തിക്കൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് ആളുകൾ എത്തുന്നത്. അതാണ് നമുക്ക് ഇപ്പോൾ മാനന്തവാടി നഗരത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സുർജിത്ത്, ഈ റേഡിയോ കോളർ സിഗ്നൽ കിട്ടിയില്ല, കർണാടക പ്രതികരിച്ചില്ല, ആന്റിനയും റിസീവറും ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള സാങ്കേതിക ന്യായീകരണങ്ങൾ ഒരു വാദത്തിന് അംഗീകരിച്ചാലും അജീഷ് എന്നയാൾ ആക്രമിക്കപ്പെട്ടു, അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. അതിനുശേഷവും വനം വകുപ്പ് സംഭവ സ്ഥലത്തേക്ക് എത്തിയില്ല. മണിക്കൂറുകൾക്ക് ശേഷമാണ് ഉദ്യോഗസ്ഥർ ഈ കാര്യത്തിൽ ഇടപെട്ടത് എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഇതിനെന്ത് ന്യായീകരണം?
വേണു, എന്തായാലും വനം വകുപ്പ് ഈ ആക്രമണം നടന്ന ഘട്ടത്തിൽ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. കാരണം അത് ദൃശ്യത്തിൽ തന്നെയുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് മൃതദേഹം അവരുടെ RRT സംഘത്തിന്റെ വാഹനത്തിലാണ് മൃതദേഹം കൊണ്ടുപോയത്. അതെല്ലാം തന്നെ ആ ദൃശ്യത്തിലുണ്ട്. പക്ഷേ നേരത്തെ തന്നെ, അതായത് ഈ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരം കൃത്യമായി നൽകാൻ വനം വകുപ്പ് തയ്യാറായിട്ടില്ല. അക്കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട വീഴ്ച സംഭവിച്ചു എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് മേഖലയിലെ ജനങ്ങൾ ഉന്നയിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വിവരം വ്യക്തമായിരുന്നെങ്കിൽ ഈ ഒരു മരണം ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. എന്തായാലും ആ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ അളവിൽ ഉള്ള ഒരു പ്രതിഷേധം, അമർഷം അത് രൂപപ്പെടുന്നു. SP-യെ തടയുന്നു. നേരത്തെ MLA-യുടെ വാഹനം ആളുകൾ തടയാൻ ശ്രമിക്കുന്നു. അത്തരത്തിൽ ജനപ്രതിനിധികൾക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും എല്ലാം തന്നെ രൂക്ഷമായ വിമർശനം ഈ പശ്ചാത്തലത്തിൽ ഉയരുകയാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ മാനന്തവാടി. ശരി, സുർജിത്ത് അയ്യപ്പത്തും കിഷോർ തോമസുമാണ് വിവരങ്ങൾ നൽകാൻ തുടരുന്നത്.